കോഴിക്കോട് രാമനാട്ടുകര വെങ്ങളം ദേശീയപാതയിലെ പന്തീരാങ്കാവ് ടോൾ പ്ലാസയിൽ ഈ മാസം ആദ്യവാരം ടോൾ പിരിവ് ആരംഭിക്കാനിരിക്കെ പ്രതിഷേധവുമായി പ്രദേശവാസികളും കോൺഗ്രസും. പ്രദേശവാസികളെ ടോൾ പിരിവിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് ആവശ്യം. സർവീസ് റോഡ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതും പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ആറുവരിപ്പാതയായി വികസിപ്പിക്കുന്ന ദേശീയപാത 66 നിർദ്ദിഷ്ട പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയും ചേരുന്നിടമാണ് ടോൾ പ്ലാസ സ്ഥാപിച്ച കൂടത്തുംപാറ. രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള 29 കിലോമീറ്ററിൽ ടോൾ പിരിവ് ഒക്ടോബർ 10 ശേഷം ആരംഭിക്കും. ഭീമമായ പിരിവിൽ നിന്നും ടോളിന് സമീപത്തുള്ള ആളുകളെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തിയത്. ഇരുചക്ര മുച്ചക്ര വാഹനങ്ങളെ ടോൾ പിരിവിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും ഇവയ്ക്ക് കടന്നുപോകാനുള്ള സർവീസ് റോഡിന്റെ പണികൾ ഇതുവരെയും പൂർത്തീകരിച്ചിട്ടില്ലെന്ന് കോൺഗ്രസ്. കൂടുതൽ വാഹനങ്ങൾ എത്തിയാൽ കാൽനട യാത്രക്കാർ അനുഭവിക്കാൻ പോകുന്നത് വലിയ പ്രതിസന്ധിയെന്നും ആരോപണം. ഈ നാഷണൽ ഹൈവേയുടെ ടോൾ പിരിക്കാനുള്ള ദൂരപരിധിക്ക് ഉള്ളിൽ വരുന്ന റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാതെ ടോൾ പിരിവ് ആരംഭിക്കരുത്. ഒന്ന്. രണ്ടാമത്തത് ഇവിടുത്തെ വിഷയമാണ്. ഇവിടെ പരിസരവാസികൾക്ക് ടോളാണ്. കാലാകാലങ്ങളായി ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് വീട്ടിലേക്ക് പോകണമെങ്കിൽ ടോൾ കൊടുക്കേണ്ട അവസ്ഥ അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. പ്രദേശവാസികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ ടോൾ വരുമ്പോൾ. കാരണം ഒരു ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ ഒരു പന്തീരാങ്കാവ് ടൗണിലേക്കോ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നത്. പിന്നെ ഈ സർവീസ് റോഡിൽ നിന്ന് വ്യക്തമായ എൻട്രി എക്സിറ്റ് അത് മാർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഒരാൾക്ക് ഇവിടെ താമസിക്കുന്ന ഒരാൾക്ക് തൊട്ടപ്പുറം പോകണമെങ്കിൽ കിലോമീറ്റർ സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളത്. ആധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ച ടോൾ പ്ലാസയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിവേഗം പരിഹാരമുണ്ടാകുമെന്നാണ് ദേശീയപാത അതോറിറ്റി നൽകുന്ന വിശദീകരണം. നടപടി വൈകിയാൽ സ്ഥലത്ത് വൻ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി സജ്ജമാക്കുന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ ടോൾ പ്ലാസകളിലൊന്നാണ് കോഴിക്കോട് പന്തീരാങ്കാവ് ടോൾ പ്ലാസ. എന്നാൽ പ്രദേശവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അശാസ്ത്ര നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ സംഘടനകളും പ്രദേശവാസികളും പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം തുടരാനാണ് തീരുമാനം. കോഴിക്കോട് നിന്നും രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം YS അഭിനന്ദ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഭീമമായ ടോൾ പിരിവ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്, നാട്ടുകാർ പറയുന്നത്. സർവീസ് റോഡ് പണി എന്ന് പൂർത്തിയാകുമെന്ന കാര്യത്തിൽ അധികൃതരോട് ചോദിക്കുമ്പോൾ അവർക്ക് പോലും കൃത്യമായൊരു ഉറപ്പുമില്ല. ചില പ്രതികരണങ്ങൾ കൊടുക്കാം. പന്തീരങ്കാവ് എന്നൊക്കെ ആളുകൾക്ക് ഈ ബൈപ്പാസ് ഡെയിലി ഇപ്പം നമ്മൾ എന്തൊരാവശ്യത്തിന് വേണമെങ്കിലും നമുക്ക് ഈ ബൈപ്പാസ് ഉപയോഗിക്കണമല്ലോ. ഈ മെട്രോയിലെ ഹോസ്പിറ്റലിലേക്കൊക്കെ പന്തീരങ്കാവ് എന്നൊരാൾക്ക് പോകാനും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ആരെങ്കിലും ചികിത്സയ്ക്ക് ഉള്ള സമയത്ത് അവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ പലതവണ പോകേണ്ടി വരും. അപ്പോൾ അത്രയും ആവശ്യങ്ങളൊക്കെ, കാരണം അതൊക്കെ എന്ന് പറഞ്ഞാൽ നിത്യം ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ. ഞാനിവിടെ പന്തീരങ്കാവിൽ ഓടുന്ന ഓട്ടോ ഡ്രൈവറാണ്. ഇവിടെ ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോൾ കഴിഞ്ഞ ഉടനെ തന്നെ, അതായത് ഈ ടോളിന് വേണ്ടിയിട്ട് ഇവർ ഇവിടെ ടോളിന് വീതി കൂട്ടിയതുകൊണ്ട് താഴെ സർവീസ് റോഡ് വീതി കുറഞ്ഞിട്ടാണ് കഷ്ടി ഒരു പഞ്ചായത്ത് റോഡ് പോലെ 8 ഫൂട്ട് വീതിയിലാണ്. ഒരു നിസാനോ അല്ലെങ്കിൽ ഒരു വലിയ വണ്ടിയോ വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നമുക്ക് ഒരു ഓട്ടോക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആധുനിക സംവിധാനം ഞങ്ങൾ സർവീസ് റോഡിൻ്റെ പ്രശ്നം വന്ന് സർവീസ് റോഡ് മുഴുവനായിട്ട് പണി തീർന്നില്ല. അതിന് മുന്നെയാണ് ഇപ്പോൾ ഇത് തുടങ്ങുന്നത്. പിന്നെ ടോള് തുറന്ന് സർവീസ് റോഡ് ഉപയോഗിക്കുന്ന ആൾക്കാർ ടോളിൽ കൂടി പോകണം. ഇപ്പോഴത്തെ നിലവിൽ ആ സാഹചര്യം ആദ്യം ഒഴിവാക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.